ഹലോ ഹബീബുകളെ, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് തറവാട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ കുറച്ച് നല്ല കാട്ടുമാങ്ങ കിട്ടിട്ടോ. അപ്പോൾ വൈഫിനോടൊരാഗ്രഹം പറഞ്ഞു, നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന്. അതിനെന്താ സെറ്റ്, എന്നാൽ നമുക്ക് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ച് അവൾ മാമ്പഴത്തിൻ്റെ എല്ലാം കുപ്പായ ഊരാനുള്ള പരിപാടി തുടങ്ങിട്ടോ. അപ്പോൾ കൂടെ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങ് കൂടെ കൂടി. അങ്ങനെ നമ്മൾ മാങ്ങയുടെ കുപ്പായ എല്ലാം അയച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയെടുത്ത്. ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു ഉരുളി അങ്ങ് അടുപ്പിലേക്ക് വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി മാങ്ങ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 3-4 ഒക്കെ ആവട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ എരിവ് കുറവുള്ള ആൾക്കാരായതുകൊണ്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ. വേറെ ചേരുവകളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം ആക്കാം ബാക്കി പരിപാടി. അപ്പോൾ വീഡിയോ പിടുത്തം മാത്രം പോരാ, കുറച്ച് തേങ്ങയും കൂടി ചിരവിയാൽ പരിപാടി എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അങ്ങ് ചിരവി കൊടുത്ത്. അതിൻ്റെ ഇടയിൽ പൊണ്ടാട്ടി എന്ത് ചെയ്തു, കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ നല്ല ഒന്ന് വെന്ത് വരട്ടെ. നല്ല ഉഷാറായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ നേരത്തെ ചിരവി വെച്ച തേങ്ങയിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് മതി കേട്ടോ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും മതി കേട്ടോ. അതിലേക്ക് കുറച്ച് നല്ല കട്ട തൈരും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ല മഷിപ്പരുവത്തിൽ അടിച്ചെടുക്കണം എന്നാണ് പൊണ്ടാട്ടി പറഞ്ഞത്. എന്തായാലും വേണ്ടില്ല, ഞാനങ്ങ് മഷിപ്പരുവത്തിൽ അടിച്ചെടുത്തു. ഇനിയിപ്പോൾ ആ തിളച്ചതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കട്ടോ. അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്കുള്ള വറവ് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ, കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ. ആ കടുക് പൊട്ടിക്കഴിഞ്ഞതോടുകൂടി നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ആ ഉലുവയും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് വറ്റൽമുളകാണ് കേട്ടോ. ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് പൊരിയണ സൗണ്ട് കേൾക്കാണ്ടല്ലോ, അതൊരു വല്ലാത്ത വൈബ് തന്നെയാണല്ലേ. എത്ര ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങമ്പഴമൊക്കെ ഒരുപാടുള്ള സമയമല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി തീർക്കാൻ പറ്റുന്ന സിമ്പിൾ പരിപാടി. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടികൾ. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കട്ടോ. സെർവ് ചെയ്ത് ഒരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റി കുറച്ച് ചോറിലേക്കിട്ട് അതങ്ങ് കഴിച്ചാൽ എൻ്റെ പൊന്നോ എന്താ ടേസ്റ്റ്, ആഹാ അടിപൊളി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ ബൈ.